80ാം സ്വാതന്ത്ര്യദിന നിറവിൽ രാജ്യം. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതാക ഉയർത്തി. ചരിത്രത്തിലാദ്യമായി ചെങ്കോട്ടയിൽ വന്ദേമാതരം ആലപിച്ചു. ജനഹൃദയങ്ങളിൽ വന്ദേമാതരം അലയടിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 2047 വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യം കൈവരിക്കുമെന്നും പ്രഖ്യാപിച്ചു. രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തി ചെങ്കോട്ടയിൽ പതാക ഉയർത്തി സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിച്ച പ്രധാനമന്ത്രി. ചരിത്രത്തിലാദ്യമായി ചെങ്കോട്ടയിൽ വന്ദേമാതരം മുഴങ്ങി. ജനഹൃദയങ്ങളിലും വന്ദേമാതരം പ്രതിധ്വനിക്കുമെന്ന് നരേന്ദ്രമോദി. उन सब के लिए आज एक ऐतिहासिक पल भी है. आजादी के बाद 15 अगस्त लाल किले पर पहली बार वंदे मातरम गूंज रहा है. വലിയ സ്വപ്നങ്ങൾ കാണണം. അത് യാഥാർത്ഥ്യമാക്കാൻ 140 കോടി ഇന്ത്യക്കാരും ഒറ്റക്കെട്ടായി നിൽക്കണം. സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികത്തിൽ 2047 വികസിത ഭാരതമെന്ന നേട്ടം കൈവരിക്കുമെന്ന് പ്രഖ്യാപനം. 2047 में हम विकसित भारत बना के रहेंगे. 140 करोड़ देशवासियों के पुरुषार्थ से इस लक्ष्य को हमें हासिल करना है. ഉൽപാദനം, കൃഷി, സാങ്കേതികവിദ്യ, കണക്ടിവിറ്റി, പ്രതിരോധം, ഹരിത സമ്പദ് വ്യവസ്ഥ, ബ്ലൂ ഇക്കണോമി, സോഫ്റ്റ് പവർ എന്നിങ്ങനെ സപ്തധാരയിലൂന്നി വികസനം കൈവരിക്കും. പ്രതിരോധ കയറ്റുമതി 4 മടങ്ങ് വർദ്ധിച്ചു. ഇലക്ട്രോണിക്സ് ഉൽപ്പന്ന നിർമ്മാണത്തിലെ വളർച്ച 7 മടങ്ങ്, മൊബൈൽ നിർമ്മാണത്തിൽ 33 മടങ്ങ് തുടങ്ങി 12 വർഷക്കാലത്തെ മോദി ഭരണകാലത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു സ്വാതന്ത്ര്യദിന സന്ദേശം. ലോകത്തെ ഏറ്റവും വലിയ 500 കമ്പനികളിൽ ഇന്ത്യയിൽ നിന്ന് 50 എണ്ണമെങ്കിലും വേണം. 5 ആണവ റിയാക്ടറുകൾ, 8 വർഷം കൊണ്ട് 5 സെമി കണ്ടക്ടർ പ്ലാന്റുകൾ തുടങ്ങി സുപ്രധാന പ്രഖ്യാപനങ്ങളും പ്രധാനമന്ത്രി നടത്തി. ലോകം ഇന്ത്യയെ ഉറ്റുനോക്കുകയാണെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.